എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കണം, ഫോർവേഡ് ചെയ്യണം, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരണം. എല്ലാ അർത്ഥത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണം. അങ്കണവാടികളെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് അങ്കണവാടികളെക്കുറിച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ദിവസമായി CITUവിൻ്റെ നേതൃത്വത്തിൽ അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU സംഘടന നേതൃത്വത്തിൽ ഡിജിറ്റൽ സ്ട്രൈക്കാണ്. 3 ദിവസമായി പോസ്റ്റർ ട്രാക്കറിൽ നിങ്ങൾ വിവരങ്ങൾ ഇട്ടിട്ട് ഇന്നലെ 18, 19, 20 ആയിരുന്നു. ഇന്നലെ കറുത്ത സാരിയും കറുത്ത ബ്ലൗസും കറുത്ത മാസ്കും ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ തിരുവനന്തപുരത്ത് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മുന്നിൽ പൂജപ്പുരയിൽ തിരുവനന്തപുരത്ത് വലിയ സമരം നടത്തി. എളമരം കരീമാണ് CITUവിൻ്റെ വലിയ നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായ എളമരം കരീമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഒരുപാട് CITU നേതാക്കൾ സംസാരിച്ചു. ആ സമരം അങ്ങനെ നടന്നു. എന്തായാലും വലിയ ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മാസം തന്നെ നിങ്ങൾ 5-6 ദിവസം മുമ്പ് 2 ആഴ്ച മുമ്പ് വീണ്ടും സമരം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ 2 ആഴ്ച മുമ്പ് നിങ്ങൾ മറ്റൊരു സമരം ചെയ്തിരുന്നു. അതും ജില്ലാ ഓഫീസുകളുടെ മുന്നിലൊക്കെയാണ് നടന്നത്. അതുപോലെ ഈ സംസ്ഥാന ഓഫീസിലും നടന്നു എന്നാണ് കരുതുന്നത്. എന്തായാലും ജില്ലാ ഓഫീസുകൾക്ക് മുന്നിൽ നടന്നു. ഇനി 23-ാം തീയതി, ഇന്നിപ്പോൾ 21 22, 23 ഈ ദിവസങ്ങളിൽ പട്ടിണി സമരം നടക്കുകയാണ് INTUസിയുടെ നേതൃത്വത്തിൽ. അതും അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ പെൻഷനേഴ്സിൻ്റെ നേതൃത്വം, അങ്ങനെ പല ഗ്രൂപ്പുകൾ, ഞാൻ എല്ലാ ഗ്രൂപ്പുകളെക്കുറിച്ചും പറയുന്നില്ല. CITU INTUസിയുടെ നേതൃത്വത്തിൽ നല്ല സമരം നടക്കുന്നുണ്ട്. തീർച്ചയായും തൊഴിലാളികളെ അല്ലെങ്കിൽ ജീവനക്കാരെ അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് സമരം ചെയ്യുന്നതും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് സമരം ആവശ്യമാണ്. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ നേതാക്കളെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്തുവാനുള്ളത്, പുതിയ ആവശ്യങ്ങൾ വെച്ചാണ് നമ്മൾ പലപ്പോഴും സമരം ചെയ്യുന്നത്. തീർച്ചയായും ഡിജിറ്റൽ സ്ട്രൈക്കിൻ്റെ പുതിയ ആവശ്യം പോസ്റ്റർ ട്രാക്കറിന് പുതിയ ഫോൺ തരണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പുതിയ ഫോൺ കൊടുക്കണം. അത് കേന്ദ്ര സർക്കാർ തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെങ്കിൽ അവർ തരണം. പിന്നെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തരുന്നത് 60%. എല്ലാം കൂടെ കണക്കാക്കിയാൽ വളരെ കുറഞ്ഞ തുക മാത്രമേ കേന്ദ്ര സർക്കാർ തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ തരണം. അതെല്ലാം വളരെ കറക്റ്റാണ്. നിങ്ങളുടെ ഡിമാൻഡ് വളരെ കറക്റ്റാണ്, CITUവിൻ്റെ ആയാലും INTUസിയുടെ ആയാലും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, CITUക്കാരോടും INTUസിക്കാരോടും, പ്രത്യേകിച്ച് CITUക്കാരോട് പറയാനുള്ളത്, 3 ഫയൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഞാൻ ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് എനിക്കും കൂടി അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ സുഭാഷിതം ചാനൽ വെറുതെ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. ഏത് വിഷയത്തിലായാലും ഇടപെട്ടാൽ കുറച്ച് ഡെപ്തിലേക്ക് ഇടപെടും. അങ്ങനെ 3 ഫയൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഒന്ന് 300 പേരുടെ പെൻഷൻ കട്ടായിപ്പോയ, ക്ഷേമനിധി കട്ടായിപ്പോയ ഒരു ഫയലാണ്. അത് ബന്ധപ്പെട്ട വകുപ്പുകളിലുണ്ട്. അത് കൃത്യമായി CITU വിചാരിച്ചാൽ അത് ഫോളോ അപ്പ് ചെയ്ത് റിസൾട്ടാക്കാൻ പറ്റും. രണ്ടാമത് ഗ്രാറ്റുവിറ്റിയെ സംബന്ധിച്ചൊരു ഫയൽ നിയമവകുപ്പിൽ കിടപ്പുണ്ട്. അതും CITU വിചാരിച്ചാൽ ഇപ്പോൾ അത് പാസ്സാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത് അങ്കണവാടികളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള വർക്കർ ആൻഡ് ഹെൽപ്പർമാർക്ക് 2022, 23, 24, 25 വർഷങ്ങളിൽ അവരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. 22 വരെ എല്ലാവർക്കും കൊടുത്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. ഒരാളിന് ആവറേജ് പോയാൽ 1 ലക്ഷം രൂപയൊക്കെയാണ് കിട്ടും. അതായത് അവരടച്ച 500 രൂപ വച്ചും പിന്നെ ഒരു 100 രൂപ ഗവൺമെൻറ് ഇടുന്നതും, അത് കഴിഞ്ഞിട്ട് പിന്നെ എസ്ഗ്രേഷ്യ എന്നുള്ള നിലയിൽ ഒരു 15,000 രൂപ അങ്കണവാടി വർക്കർക്കും 10,000 രൂപ ഹെൽപ്പർക്കും. അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപയാണ് ഒരാളിന് കിട്ടുന്നത്. ഈ തുക കിട്ടാൻ വേണ്ടി സർക്കാർ ഒരു 10-75-80 കോടി രൂപ അനുവദിച്ചാൽ തീർച്ചയായിട്ടും ഈ പണം ആളുകൾക്ക് ഈ 22-ന് ശേഷം റിട്ടയർ ആയിട്ട് 23, 24, 25 വർഷങ്ങളിൽ പെൻഷൻ പറ്റിയവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് പെൻഷൻ പെൻഡിങ്, 300 പേരുടെ പെൻഷൻ പെൻഡിങ് ഫയൽ. 2 എല്ലാവരുടെയും ഗ്രാറ്റുവിറ്റി പെൻഡിങ് ഫയൽ. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ആളുകൾ 23, 24, 25-ന് ശേഷം പെൻഷൻ പറ്റിയ, ആ വർഷങ്ങളിൽ പെൻഷൻ പറ്റിയവരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ പെൻഡിങ്. ഈ 3 ഫയൽ സർക്കാരിൽ ലൈവാണ്. CITU നേതാക്കൾ ദയവായി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള നേതാക്കളുമൊക്കെ ഇത് നോക്കി സെക്രട്ടേറിയറ്റിൽ പോയി ഏതൊക്കെ ഫയലുകൾ ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിച്ച ഫയലുകളിൽ തീരുമാനമാക്കുക. തീർച്ചയായും അങ്ങനെ നിങ്ങളുടെ സമരത്തിന് ഒരു സത്യസന്ധത, ഒരു ആത്മാർത്ഥത ഉണ്ടാകട്ടെ. പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും വിമൻസ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസിന് മുന്നിലൊക്കെ സമരം ചെയ്യുന്നത് നല്ലതാണ്. ആ സമരത്തോടൊപ്പം അകത്തുള്ള ഫയലുകളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മിനിസ്റ്റർമാരെ കൊണ്ട് ഒപ്പിടിയിച്ച് അത് നിയമമാക്കി, നിയമമല്ല ഉത്തരവാക്കിയെടുത്താൽ കുറേയധികം കാര്യങ്ങളിൽ നടപടിയുണ്ടാകും. ആ നടപടികളിൽ നിങ്ങൾ നീങ്ങുക. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന വർക്കർമാർ, ഹെൽപ്പർമാരും നിങ്ങളുടെയും ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഒക്കെ
പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. ആരുടച്ചാലും നമുക്ക് തേങ്ങ കിട്ടിയാൽ മതി, ആരാണ് വയ്ക്കുന്നതായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടായി ശ്രമിക്കുക. ഞങ്ങളും ഒപ്പമുണ്ട്.